ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒട്ടും പുട്ടിയിടാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും, ഒരുമാതിരിപ്പെട്ട അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ പുട്ടിയിടാൻ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇടാൻ നേരത്ത് വലിച്ചു വാരി ഇതിലെല്ലാം വാരി തേച്ച് വെക്കും. നമ്മൾ ഭിത്തിയെ നോക്കി കഴിഞ്ഞാൽ മൊത്തം ബ്ലേഡ് വരെ ആയിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. ഫസ്റ്റ് ഇട്ടാലും ശരി, സെക്കൻഡ് ഇട്ടാലും ശരി, ഏറ്റവും നീറ്റായിട്ട് ചെയ്യുക. നമ്മൾ സെക്കൻഡ് എങ്ങനെ വലിച്ചിടുന്നു അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം, നമുക്ക് സെക്കൻഡ് ഇടാൻ നേരത്ത് നല്ല ക്ലിയർ ആയിട്ട് നൈസായിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വരച്ചിട്ടാൽ മാത്രം മതി. ഞാനിപ്പം പുട്ടി ഇടാൻ വേണ്ടി നല്ലൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പം ഫസ്റ്റ് കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇട്ടിടാം, അപ്പം വലിഞ്ഞ് കഴിയുമ്പം ഒരു ശകലം പുട്ടി ലൂസാക്കി അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നുകൂടി ഇട്ടേക്കണം. നൈസായിട്ടൊന്ന് വലിച്ചു വിട്ടാൽ മതി. ഒരു ശകലം പോലും ബ്ലേഡ് പാട് നമ്മുടെ ആ പുട്ടിക്കകത്ത് കാണത്തില്ല. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണുന്നവർ പറയും നല്ല സൂപ്പർ പുട്ടിക്കാരനാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ബ്ലേഡ് എങ്ങനെ പിടിക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്നത്. കണ്ടല്ലേ, നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മുടെ ബ്ലേഡിൻ്റെ പുറവശത്ത് 2 വിരൽ സപ്പോർട്ടായിട്ട് കൊടുത്തേക്കണം. ഈ അടിവശത്തെ 2 വിരൽ നമ്മളിങ്ങനെ ബലത്തിന് പിടിക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ ആ ബ്ലേഡ് നല്ല ബലത്തിൽ തന്നെ ഇരിക്കും. എന്നിട്ട് സപ്പോർട്ട് ബ്ലേഡ് എടുത്തിട്ട് ആദ്യം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പുട്ടി എടുത്തിട്ട് തേച്ച് വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും നമ്മൾ മേളിൽ നിന്ന്, അതായത് നമ്മൾ ഭിത്തിക്ക് കളറൊക്കെ അടിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് അടിക്കത്തില്ലേ പണ്ടുള്ളവർ ബ്രഷാൽ നമ്മൾ അടിക്കുമ്പോൾ, അങ്ങനെ ചെയ്യാതെ നമ്മൾ എപ്പോഴും ചരിച്ച് മാത്രമേ പുട്ടിയിടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ചരിച്ച് പുട്ടിയിടാൻ നേരത്ത് ഒരുമാതിരിപ്പെട്ട കിഴുത്തകളും കുഴികളും എല്ലാം അതിലങ്ങ് നികരും. അപ്പം നികന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, നമ്മൾ തിരിച്ച് സെക്കൻഡ് ഇടുന്ന സമയത്ത് നല്ല കറക്റ്റ് ഒരു ലെവൽ നമുക്ക് കിട്ടും. മറിച്ച് നമ്മൾ മേളിൽ താഴോട്ട് തന്നെ ഇടുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ സെക്കൻഡ് ഇടാൻ നേരത്ത് കുഴിയൊന്നും നികരത്തില്ല. ആ കിടക്കുന്ന ലെവൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് എപ്പോഴും ഫസ്റ്റ് ഇടാൻ നേരത്ത് ചരിച്ച് തന്നെ നമ്മൾ ഇട്ട് പഠിക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നേരം കൊണ്ട് ഇടുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നല്ല കുഴിയാണ്. അപ്പോൾ നേരത്തെ ഒരു ഭിത്തിയായിരുന്നു ഇത്. അപ്പോൾ അവരത് ചേർത്ത് തേച്ച് പിടിച്ചിരുന്നില്ല. അപ്പോൾ അത് വെച്ചപ്പം ഭയങ്കര പണി കിട്ടി നമുക്ക്. അപ്പം നല്ല കുഴിയായിരുന്നു. അപ്പം ഒരുമാതിരി ഉണങ്ങിയിട്ടാണ് ഞാൻ വീണ്ടും ഇതിൻ്റെ മണ്ടക്കിട്ട് ഒരുമാതിരി ലെവലാക്കി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ തന്നെ ഇന്ന് കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പം തുടക്കക്കാർ ഒരിക്കലും 12-ൻ്റെയോ 16-ൻ്റെയോ ഒന്നും ബ്ലേഡ് ഇട്ട് പുട്ടിയിടാൻ പഠിക്കാൻ നിൽക്കരുത്. നമ്മൾ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയത് 8-ൻ്റെ ബ്ലേഡ് ഇട്ട് നമ്മൾ പഠിക്കുന്നതാണ് നല്ലത്. 4-ൻ്റെ സപ്പോർട്ട് ബ്ലേഡ് പോലും ഇട്ട് ചെയ്യരുത്, കാരണം അത് ഒരിക്കലും ശരിയാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ 8-ൻ്റെ ബ്ലേഡ് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 12-ൻ്റെ ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.